തനി നാടൻ പൂവൻകുല ഇപ്പോഴും വാഴയിൽ തന്നെ നിൽക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാനാവില്ല. ഒരു 4-5 ടൈപ്പ് പൂവൻകുല ഉണ്ട് എൻ്റെ കയ്യിൽ. അതിന് ചിലതിനൊക്കെ സിട്രസിൻ്റെ, ചിലതിന് ഗുവാവയുടെ, ചിലതിന് ഗ്രേപ്സിൻ്റെ, ചിലതിന് ആപ്പിളിൻ്റെ, അങ്ങനെ പല ടേസ്റ്റാണ്, പല ഫ്ലേവറാണ്. ഇത് വേറൊരു പൂവൻകുല. ഇനി മറ്റൊരു പൂവൻകുല ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, ഈ 2 അത് കഴിഞ്ഞ് 2 ഏത്തക്കുലകൾ. ഏത്തക്കുലയ്ക്ക് ഇവിടെ നല്ല ഡിമാൻഡ് കേട്ടോ ബ്രിസ്ബണിൽ. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരു കുല മേടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പുള്ളി ഇനാല മാർക്കറ്റിൽ പോയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അവിടെ 1 കിലോ ഏത്തക്കായ്ക്ക് $14. ഇത് നമ്മുടെ ലൈമ്, ഇഷ്ടം പോലെ ലൈമ് ഉണ്ടോ, കനം കൂടിയിട്ട് ആശാൻ താഴത്ത് കിടക്കുവാണ്. അപ്പം അങ്ങനെ ഏത്തക്കായ്ക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡ്. അപ്പം ഇനാല മാർക്കറ്റിൽ $14 പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ഈ ഓർഗാനിക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താ, നമ്മൾ ഒരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം നമ്മുടെ ഏത്തക്കൊലയ്ക്കാണെങ്കിലും ചെറുകൊലയ്ക്കാണെങ്കിലും തൂക്കം കുറവായിരിക്കും. അപ്പം നമ്മൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ റേറ്റ് കൂടുതലാക്കി കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ഏത്തക്കായ്ക്കൊക്കെ $8 കേട്ടോ കിലോയ്ക്ക് കൊടുക്കുന്നത്. പൂവന 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സർപ്ലസ് ആണ്. ഇഷ്ടംപോലെ കൊലകളുണ്ട്. ബ്ലൂ ജാവയ്ക്ക് ഒരു 5-6 ഞാനിവിടെ ഹാങ് ചെയ്തിരിക്കുക. ആവശ്യക്കാർ വന്നാൽ കൊടുക്കും. ഇത് നമ്മുടെ മൾബറിയാണ്. മൾബറി ഒരു 5-6 വലിയ മൾബറിയുടെ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ കട്ടിങ്സ് ഞാൻ വേറെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി ആട്ടോ, നല്ല 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 ടേസ്റ്റാണ്, ബിഗാണ്, ടേസ്റ്റാണ്. പിന്നെ ഇത് പലതരം വാഴകൾ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ഇത് കുറച്ച് ചെടികൾ ഒന്ന് തണലത്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടി ഈ വർഷം. ഒരു 10-50-ലധികം ഡ്രാഗൺ ഫ്രൂട്ടെങ്കിലും നമ്മൾ പറിച്ച് കഴിച്ച് കാണും. ഇതാണ് ബ്ലൂ ജാവയുടെ ഒരു കൊല. ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഈ കാഴ്ചകൾ ഒന്ന് ഒപ്പിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ പൂവൻകുല ആദ്യം കാണിച്ചത്